DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസം മുതൽ കുടുംബശ്രീയിലും അയൽക്കൂട്ടങ്ങളിലും അംഗങ്ങളായിരിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ഇൻഷുറൻസ് സംരക്ഷണത്തെയും വിവിധ ലോണുകളെയും പറ്റിയുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണാനും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ആദ്യത്തെ അറിയിപ്പ്, കുടുംബശ്രീ നടപ്പാക്കുന്ന ജീവൻ ദീപം ഒരുമ പദ്ധതി വഴി സംസ്ഥാനത്തെ 16.7 ലക്ഷം അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുവാൻ പോവുകയാണ്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20 രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയം. 2027 മാർച്ച് 31 വരെയാണ് പോളിസി കാലാവധി. ഇതുവഴി 18നും 50നും ഇടയിൽ പ്രായമുള്ള അയൽക്കൂട്ടം അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശിക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. CDS തലത്തിൽ പ്രവർത്തിക്കുന്ന റിസോഴ്സ് പേഴ്സൺമാരായ ഭീമമിത്ര വഴിയാണ് അയൽക്കൂട്ടാംഗങ്ങളിൽ നിന്നുള്ള പ്രീമിയം സമാഹരിക്കുക എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്തത് കുടുംബശ്രീ വായ്പാ പദ്ധതികളെ കുറിച്ചാണ്. പലിശയും തിരിച്ചടവ് കാലാവധിയും വളരെ ആകർഷകമായതിനാൽ തന്നെ ഈ വായ്പകൾ എല്ലാവർക്കും ആശ്വാസകരമാണ്. കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം തങ്ങളുടെ അംഗങ്ങൾക്കായി വിവിധ തരത്തിലുള്ള വായ്പാ പദ്ധതികൾ ലഭ്യമാക്കുന്നുണ്ട്. വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ഒരുപോലെ സ്വയം തൊഴിൽ കണ്ടെത്താനും നിലവിലുള്ള ബിസിനസ്സുകൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന രീതിയിലാണ് ഈ ലോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ നിബന്ധനകളിലും സാധാരണക്കാരായ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുക എന്നതാണ് കുടുംബശ്രീ വായ്പകളുടെ പ്രധാന ലക്ഷ്യം. കുടുംബശ്രീ നൽകുന്ന ഏറ്റവും പ്രാഥമികമായ വായ്പയാണ് ഇന്റേണൽ ലോൺ. അയൽക്കൂട്ടാംഗങ്ങൾ ഓരോ ആഴ്ചയും സമ്പാദ്യമായി മാറ്റിവെക്കുന്ന തുകയിൽ നിന്നാണ് ഈ വായ്പ അനുവദിക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കും ചെറിയ തുകകൾക്കും വേണ്ടിയാണ് അംഗങ്ങൾ സാധാരണയായി ഇന്റേണൽ ലോണിനെ ആശ്രയിക്കുന്നത്. അയൽക്കൂട്ടത്തിലെ മറ്റംഗങ്ങളുടെ പങ്കാളിത്തത്തോടെയും തീരുമാനപ്രകാരവുമാണ് ഈ തുക വളരെ ലളിതമായ വ്യവസ്ഥകളോടെ ആവശ്യക്കാർക്ക് വീതിച്ചു നൽകുന്നത്. അതോടൊപ്പം അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തന മികവും കൃത്യമായ തിരിച്ചടവും വിലയിരുത്തി ബാങ്കുകളുമായി ബന്ധിപ്പിച്ച് നൽകുന്ന വായ്പയാണ് ബാങ്ക് ലിങ്കേജ് ലോൺ. കൃത്യമായി ഗ്രേഡിംഗ് പൂർത്തിയാക്കിയ അയൽക്കൂട്ടങ്ങൾക്ക് ബാങ്കുകൾ വഴി വലിയ തുകകൾ വായ്പയായി ലഭിക്കാൻ ഇത് സഹായിക്കും. ലിങ്കേജ് ബാങ്കിംഗ് സിസ്റ്റം വഴി ലഭ്യമാകുന്ന ഈ തുക അയൽക്കൂട്ടാംഗങ്ങൾക്ക് അവരുടെ വലിയ ആവശ്യങ്ങൾക്കായി വീതിച്ചെടുക്കാൻ സാധിക്കും. കുടുംബശ്രീ വായ്പകളുടെ ഏറ്റവും വലിയ ആകർഷണം പലിശ സബ്വെൻഷൻ അഥവാ പലിശ ഇളവ് പദ്ധതികളാണ്. ബാങ്ക് ലിങ്കേജ് വഴി എടുക്കുന്ന വായ്പകൾ കൃത്യസമയത്ത് തിരിച്ചടക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് പലിശ നിരക്കിൽ വലിയ ഇളവുകൾ ലഭിക്കും. പല സാഹചര്യങ്ങളിലും കൃത്യമായ തിരിച്ചടവ് നടത്തുന്നതിലൂടെ വളരെ കുറഞ്ഞ പലിശയിലോ അല്ലെങ്കിൽ പലിശരഹിതമായോ വായ്പകൾ ആസ്വദിക്കാൻ അംഗങ്ങൾക്ക് ഈ ആനുകൂല്യം വഴി സാധിക്കാറുണ്ട്. കൃഷിയിലേക്കും മറ്റു ഉൽപാദന മേഖലകളിലേക്കും കടന്നുവരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി JLG മൈക്രോ ക്രെഡിറ്റ് വായ്പകൾ ലഭ്യമാണ്. 4-5 പേരടങ്ങുന്ന സംയുക്ത ഉത്തരവാദിത്ത ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് ഈ വായ്പ സ്വന്തമാക്കേണ്ടത്. പ്രധാനമായും പലിശരഹിത കൃഷി ആവശ്യങ്ങൾക്കും ചെറുകിട ഗ്രൂപ്പ് സംരംഭങ്ങൾക്കും വേണ്ടിയാണ് ഇത്തരം ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് വായ്പകൾ അനുവദിക്കുന്നത്. സ്വന്തമായി ചെറുകിട വ്യവസായങ്ങളോ ബിസിനസ്സുകളോ ആരംഭിക്കാൻ താല്പര്യമുള്ള വനിതകൾക്കായി മൈക്രോ എന്റർപ്രൈസസ് ലോണുകൾ കുടുംബശ്രീ വിഭാവനം ചെയ്യുന്നുണ്ട്. പുതിയൊരു സംരംഭം തുടങ്ങുന്നതിനോ നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനോ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. ഇത്തരം ബിസിനസ് വായ്പകൾക്ക് വലിയൊരു തുക ക്യാപിറ്റൽ സബ്സിഡിയായി സർക്കാർ നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കുടുംബശ്രീ വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതകൾ പരിശോധിച്ചാൽ അപേക്ഷക നിർബന്ധമായും ഒരു കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ സജീവ അംഗമായിരിക്കണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും നിശ്ചിത പോയിന്റ് ഇൻഡെക്സ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കുമാണ് വായ്പകളിൽ മുൻഗണന ലഭിക്കുക. അംഗങ്ങളുടെ തിരിച്ചടവ് ശേഷിയും അയൽക്കൂട്ടത്തിലെ പങ്കാളിത്തവും അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ പ്രധാന യോഗ്യതയായി കണക്കാക്കും. കുടുംബശ്രീ വായ്പയ്ക്കായുള്ള അപേക്ഷാ പ്രക്രിയ പ്രധാനമായും അതാത് അയൽക്കൂട്ടങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വായ്പ ആവശ്യമുള്ള അംഗങ്ങൾ തങ്ങളുടെ അയൽക്കൂട്ട മീറ്റിംഗിൽ അപേക്ഷ സമർപ്പിക്കുകയും അംഗീകാരം നേടുകയും വേണം. തുടർന്ന് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഫീസുകൾ വഴി അപേക്ഷകൾ ആവശ്യമായ പ്രൊജക്ട് പ്രപ്പോസലുകൾ സഹിതം ബാങ്കുകളിലേക്ക് കൈമാറും. ബാങ്ക് അധികൃതരുടെ പരിശോധനകൾക്ക് ശേഷമാണ് തുക അനുവദിക്കുന്നത്. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.